ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ രുചികരമായി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അയലയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വെച്ചിട്ട് ചെയ്തെടുക്കുക. എന്നിട്ടത് കഴുകിയിട്ട് വരഞ്ഞ് വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്തിയെടുക്കുക. അതിലേക്ക് മസാലയ്ക്ക് വേണ്ടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, ഇഞ്ചി, 1.5 ടീസ്പൂൺ വലിയ ജീരകവും, 2 ടേബിൾ സ്പൂൺ സുർക്കയില്ലേ അതും, പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പും കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാൽ, കട്ടിക്കുള്ള തേങ്ങാപ്പാലിനെ ഒഴിച്ചു കൊടുക്കുക. വരഞ്ഞു വെച്ച അയിലല്ലേ അതിലേക്കാണ്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മസാല മാത്രം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് അതവിടെ മാറ്റി വെക്കുക. ആ സമയം ബാക്കിയുള്ള മസാല അല്ലേ അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക. അതിലുള്ള വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ഡ്രൈ ആവോളം മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് തീ നന്നായിട്ട് കൂട്ടി വെക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് തിളപ്പിച്ചെടുക്കുക. തേങ്ങാപ്പാൽ നന്നായിട്ട് വറ്റി വരുമ്പോൾ ഇതിലുള്ള എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും. ആ സമയം വരെ ഇതേപോലെ മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് എടുക്കുക. അപ്പോൾ തേങ്ങയിലുള്ള പാലൊക്കെ വറ്റിയിട്ട് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് മീൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് മസാല നിരത്തി വെച്ചിട്ട് അയില ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഫിഷാണ് അയില കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതവിടെ കടന്ന് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അയില മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇത്തിരി ഓയിലോ എണ്ണയോ ആക്കി കൊടുക്കുക. അപ്പോൾ ഏറ്റവും ടേസ്റ്റ് വെളിച്ചെണ്ണ ആക്കുമ്പോഴാണ്. പിന്നെ അതേപോലെ നല്ല മസാലയോട് കൂടിയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ചോറിന് ഈ മസാല മാത്രം മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.